ഇപ്പൊ ഇപ്പോഴും ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കാൻ ജീവനോടുണ്ട്, ജീവനോടുണ്ട്, കുഴപ്പമില്ല. ഈ ദിൽ രാജ് എന്ന് പറയുന്ന പേരിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താണെന്നറിയോ? ദിൽഖരാജ് എന്നായിരിക്കും. നമ്മളൊക്കെ ഇവിടെ നിന്ന് പാടിയാലാണ് ഇതിന്റെ പകുതിയെങ്കിലും കിട്ടുള്ളൂ. ഞാൻ ഗസല് പാടി കഴിഞ്ഞപ്പം ചിത്രേച്ചി ഇങ്ങനെ ആദ്യം എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ദിൽരാജ് എന്നെ ഫാനാക്കി കളഞ്ഞു. അതിലും വലിയൊരു तू है तो दिल धड़कता है. നമുക്ക് എന്ത് മെന്റൽ ടേമോയിൽ ഉണ്ടെങ്കിലും നമ്മളൊരു ഷോ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഷോ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ധർമ്മം. അത് കഴിഞ്ഞ് ഞാൻ ഇവര് പറഞ്ഞ പോലെ പി ജിയും എടുത്തു. പി ജി ഇല്ലെങ്കിൽ പെണ്ണിട്ടില്ല എന്നൊക്കെ പറഞ്ഞ അതെ. तेरे बिन सो नहीं सकते, किसी के हो नहीं सकते, तू है तू. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു മൾട്ടി ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്. ഹീസ് എ പ്ലേ ബാക്ക് സിംഗർ, മ്യൂസിക് പ്രൊഡ്യൂസർ, കമ്പോസർ, സൗണ്ട് എഞ്ചിനീയറുമായ ദിൽരാജ് ഗോപിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ടോക്ക് ഫ്രെയിമിലേക്ക്. ഹലോ, ഹായ്, വെൽക്കം ടു അവർ ഷോ. ഹലോ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? വളരെ നല്ല വിശേഷങ്ങളാണ്. ഇപ്പം റിയാലിറ്റി ഷോ പോകുന്നു, ഞങ്ങൾ കാണുന്നു. അതെ, ഓരോ സ്റ്റേജസും നമ്മളിങ്ങനെ വളരെ എന്താ പറയാ, അത്രയും എക്സൈറ്റ്മെന്റിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി ജഡ്ജസിന്റെ കമന്റ്സ് ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് മറ്റേ ചിത്രേച്ചിയുടെ കമന്റാണ്, പറയാൻ മറന്ന പരിഭവങ്ങൾ. പ്രത്യേകിച്ച് അതിന്റെ ഒരു ചരണത്തിന്റെ സെക്കൻഡ് പാട്ട് ശ്വാസത്തിൽ അങ്ങോട്ട് ചിത്രേച്ചി പറയുകയും ചെയ്തു, ഇതൊക്കെ ഇങ്ങനെ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻസിൽ ഏത് സോങ്സ് കൊണ്ടുവരും, അവർക്ക് ഇപ്പോഴേ ടെൻഷൻസ് ആയി തുടങ്ങി. ഈ സോങ് സെലക്ഷൻസ് ഒക്കെ മോൻ തന്നെയാണോ ചെയ്യുന്നത്? നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. അപ്പം മെന്റേഴ്സും ഞങ്ങളും എല്ലാവരും ഒരുമിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സോങ് എന്താണോ അവരുടെയും കൂടി ഇൻപുട്ട് ഉണ്ട്. അല്ല, മീൻസ് ഓരോ സോങ്സും ഇത്രയും ടഫായിട്ട് എന്തിനാ എടുക്കുന്നത്? നമ്മള് സൗണ്ട് നോക്കിയിട്ടായിരിക്കും അവര് ചൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും പറയാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ അത് ആക്ച്വലി ലാസ്റ്റ് മിനിറ്റിൽ മാറിയൊരു സോങ് ആയിരുന്നു. അപ്പം ഞാൻ കൂടുതലും ഹിന്ദി സോങ്സ് പാടിയിരുന്നുകൊണ്ട് ഒരു മലയാളം എടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ മാറ്റിയൊരു സോങ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ മാറ്റിയ സോങ് ആയിരുന്നു. അപ്പൊ അതിന്റെ പ്രാക്ടീസിന്റെ സമയം കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ്, ചില പാട്ടുകൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ മാറുന്നുണ്ട്. നോട്ട് ഓൾ ദ ടൈം, പക്ഷെ ചിലപ്പോ അത് ചില ലീഗാലിറ്റി ഇഷ്യൂസ് ഒക്കെ, ചിലപ്പം റൈറ്റ്സിന്റെ ഇഷ്യൂസ് ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് റേഞ്ചിന്റെ ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പം ചിലപ്പോ നമ്മൾ മാറ്റും. കാരണം ഈ സോങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫൈനൽസിലൊക്കെ വരുന്ന സമയത്ത് എടുക്കുന്ന സോങ് ആണ്. അതൊക്കെ ഇപ്പൊ വളരെ കൂളായിട്ട് വന്ന് പാടുന്ന സമയത്ത് എല്ലാരും വിചാരിക്കും ഇനി ഫൈനലില് അല്ല, കേൾക്കുന്നവർക്ക് ഭയങ്കര കൂൾ, പാടുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് പാടുമ്പോ നമുക്കത് ഇത്ര സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെ ഇതൊക്കെ നമ്മുടെ നമ്പറില് നമ്മളത് എത്ര കൂളാണ് എന്നുള്ള ഇതില് നമ്മൾ പാടുന്നു. പക്ഷെ അതിന്റെ സ്ട്രെയിൻ എത്രത്തോളം, പ്രീവിയസ് ഡേ നമ്മൾ എത്രത്തോളം സ്ട്രെയിൻ എടുത്ത് പാടി, ചിലപ്പോൾ ആ സമയത്ത് തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, എന്തൊക്കെ പ്രശ്നങ്ങള്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ആ പെർഫോമൻസിന്റെ മുന്നേ ആയിട്ട് എനിക്ക് തൊണ്ട ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഒപ്റ്റിമം ഒരു കണ്ടീഷനിലായിരുന്നില്ല. ഇന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് മാക്സിമം വോയിസ് റെസ്റ്റ് ഒക്കെ എടുത്ത് എന്തായാലും നമുക്ക് പറ്റുന്ന പോലെ പാടാം, മാക്സിമം. ഞാനൊരു വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ നല്ല രീതിയിൽ പാടാൻ പറ്റിയാൽ മതി എന്നുള്ളൊരിതിൽ ഞാൻ കയറി പാടിയതായിരുന്നു. പക്ഷെ അത് ഒട്ടും ഫീൽ ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത്രയും ബാക്കിൽ ഇങ്ങനെ തൊണ്ടയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ഒരുപാട് കണ്ടസ്റ്റൻസിനും നമ്മളവിടെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് വേരിയബിൾസ് ഉണ്ട് ഓൺ സ്റ്റേജ് പാടുമ്പോൾ. നമ്മളിപ്പോൾ നോർമൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പാടുന്ന പോലെ അല്ലല്ലോ ഒരു റിയാലിറ്റി ഷോയിൽ പാടുമ്പോൾ. അതിൻ്റെ ടെൻഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പുതിയതായിട്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളും ലിറിക്സ് തെറ്റെല്ലാം നോക്കാതെ പാടണമല്ലോ. അപ്പം അങ്ങനെ കുറേ എന്താ പറയുക, there are a lot of things to go wrong.
ഒരു അങ്ങനത്തെ ഒരു പെർഫോമൻസിൽ. അപ്പം ആ ഒരു ഇതില് സിറ്റുവേഷനിൽ മാക്സിമം നന്നായി പാടുക എന്നുള്ളത് എന്നെ അതൊന്നും നമ്മുടെ കയ്യിലും അല്ല, മൊമെന്റിൽ എക്സാക്ട്ലി അതാ നമുക്ക് ആ 5 മിനിറ്റിൽ നമ്മുടെ ഭാഗ്യം എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. ഓൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ പോലെ. ഈ ദിൽ രാജ് എന്ന് പറയുന്ന പേരിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താണെന്നറിയോ? ദിൽ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അല്ലേ, രാജ് എന്ന് പറഞ്ഞ കിങ്, സോ കിങ് ഓഫ് ഹാർട്ട്സ്. ഞാനിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു സംഭവം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ പേര് ഇട്ടത്? ഭയങ്കര ഒരു വെറൈറ്റി പേരാണല്ലോ ദിൽ രാജ് എന്ന് പറയുന്നത്. അതിൽ എപ്പോഴേലും തോന്നിയിരുന്നോ അങ്ങനെ ഈ മ്യൂസിക്കിലൂടെ ഓഡിയൻസിന്റെ ഹാർട്ട് വിൻ ചെയ്യണം, ഇപ്പൊ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറി തോന്നുന്നു? ഓൾറെഡി വിൻ ചെയ്തു. മ്യൂസിക് ലവേഴ്സിന് ഓൾറെഡി ദിൽരാജിന് ഒരു സ്പേസ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അല്ല, ഞാൻ അങ്ങനെ ഒരു അസോസിയേഷൻ പേരുമായിട്ട് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു ഡിഫറെന്റ് നെയിം ആയിരുന്നു. എനിക്ക് ആദ്യം എന്റെ പേര് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡിഫറെന്റ്. ബാക്കി എല്ലാവർക്കും അച്ഛനമ്മയും പറഞ്ഞിരുന്നു ഈ പേര് ഇടാനൊരു കാരണം. അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പിന്നീട് ഐ സ്റ്റാർട്ടഡ് ടു ലൈക്ക് എന്താ പറയാ, എന്റെ പേര് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായി തുടങ്ങി. കാരണം ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മള് വിളിക്കണ എന്താ വീട്ടില് ശ്രീകുട്ടൻ വിളിക്കുന്നത്. അങ്ങനെ ദില്ല് വെച്ചിട്ട് തന്നെ ഞാൻ വിചാരിച്ചു അച്ഛൻ ചിലപ്പോ ഒരു ഹിന്ദി സോങ്സ് ലൈക്ക് ഫാൻ ആയിരിക്കും. ദില്ല് വെച്ചിട്ട് ഇഷ്ടം പോലെ പാട്ടുകളാണല്ലോ. അച്ഛൻ കുറെ നാൾ ബോംബെയിലായിരുന്നു. മേ ബി അപ്പൊ ഞാൻ കറക്റ്റാ പറഞ്ഞത്. എന്റെ എന്താ പറയാ ഒബ്സർവേഷൻ കറക്റ്റ് ആയിരുന്നു. അച്ഛന് റാഫിന്റെ ഒക്കെ പാട്ടുകൾ ഇഷ്ടമായിരുന്നു. അപ്പൊ നോ വണ്ടർ ആ പേര് ദില്ലെന്ന് വെക്കാൻ കാരണം അതന്നെ ആയിരിക്കണം. ചിലപ്പായിരിക്കും. ഈ ദിൽരാജിന്റെ മ്യൂസിക് ഒരു പാഷനാണോ അതൊരു എക്സ്പ്ലോറേഷൻ ആണോ? രണ്ടുമാണ്. പാഷൻ ആവുമ്പോ നാച്ചുറലി നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. രണ്ടുമാണ് എനിക്ക്. ഈ ഞാൻ ഇൻസ്റ്റാ ബയോയില് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ സെർച്ച് ഓഫ് ദി സൗണ്ട് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്. അപ്പോൾ ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ ആ സെർച്ച് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതെ. ഇപ്പം ഞാന് ഒരുപാട് ജോണേഴ്സിലൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു. ഞാൻ ആദ്യമൊക്കെ ഈ മറ്റേ കർണാട്ടിക് അങ്ങനത്തെ പാട്ടുകൾ കേട്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് മാറി വെസ്റ്റേൺ പോപ്പിലേക്ക് മാറി. ബ്രിട്നി സ്പിയേഴ്സ്, ടൈലർ സ്വിഫ്റ്റ് അങ്ങനത്തെ ആർട്ടിസ്റ്റ്മാർ. അത് കഴിഞ്ഞ് അത് മാറി കുറച്ചും കൂടി ഹെവിയർ സൈഡ് റോക്ക്, മെറ്റൽ, ലിങ്കിൻ പാർക്ക്, ലാംബ് ഓഫ് ഗോഡ്, ചിൽഡ്രൻ, അങ്ങനത്തെ കുറച്ച് ആർട്ടിസ്റ്റിലേക്ക് മാറി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ മെയിൻ സ്ട്രീം മലയാളം കമേഴ്ഷ്യൽ മ്യൂസിക്കിലേക്ക് മാറി. കാരണം ഞാൻ എൻ്റെ വർക്ക് അങ്ങനത്തെ ആയി തുടങ്ങി. അപ്പൊ അങ്ങനെ പിന്നെ അത് മാറി ഗസലിലേക്ക് മാറി. ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓരോരോ പുതിയ ഇതുകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പം നമുക്ക് ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മ്യൂസിക്കൽ ജേർണിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത മ്യൂസിഷ്യൻസ് ആരൊക്കെയാണ്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മ്യൂസിഷ്യൻസ് ഒരുപാട് പേരുണ്ട് ആക്ച്വലി. ഞാൻ കേട്ടിട്ടുള്ള ഓൾമോസ്റ്റ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റ്മാരും എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹരിജി എന്ന് എടുത്ത് വേണം പറയാൻ. ഹരിജി എൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. ചിത്രാമ്മ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. പറയുമ്പോൾ ഷീസ് എ ഫീമെയിൽ സിംഗർ, പക്ഷെ എന്നാലും ചിത്രാമ്മയുടെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ദാസേട്ടനും ഒരു മദർലി ഫീലും എഫെക്ഷൻ ഒക്കെ നമുക്ക് കിട്ടും. റഹ്മാൻ സാർ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ആളുടെ പ്രൊഡക്ഷനും ആളുടെ മ്യൂസിക്കിനോടുള്ള അപ്രോച്ചും അങ്ങനെ ഒരുപാട് പേര്. ഈവൻ നമ്മൾ കണ്ടുമുട്ടിയ ശ്രീവത്സൻ സാറിന് പോലും ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ്. സാറിനും ഈ മ്യൂസിക്കിനോടുള്ള ഒരു ഔട്ട്ലുക്കും അതൊക്കെ എല്ലാം നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പല പല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമുക്കൊരു ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ടേക്ക് ദ ബെസ്റ്റ് ഓഫ് എവറിത്തിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു പൊതു തത്വം. ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടും ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്ന സൗണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് എങ്ങനെയാ ഫീൽ ചെയ്യണത്? ഭയങ്കര പോളിഷ്ഡ് ആണ്, ഭയങ്കര ഫിനിസ് ഉണ്ടാവും, കുറേ കൂടി പ്രൊഫഷണലായി. ഇപ്പം ഞാൻ ഗിറ്റാർ ആ തുടക്കത്തിൽ വായിക്കുമ്പോഴുള്ളൊരു ശബ്ദമായിരിക്കില്ല നമ്മൾ പിന്നീട് വായിക്കുമ്പോൾ ഉണ്ടാവുക. അതായത് നമ്മുടെ കൈ ഒന്നും കൂടി സ്ട്രോങ്ങറായി, ഫിംഗേഴ്സ് ഒന്നും കൂടി സ്ട്രോങ്ങറായി, ഒന്നും കൂടി നമുക്ക് സ്ട്രിങ്സ് സ്ട്രൈക്ക് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം നല്ല ഒരു എവല്യൂഷനായി എന്താ പറയുക
ഒരു ബെറ്റർ സൗണ്ടിങ്ങിലേക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പഴയ വീഡിയോസിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഞാനിതിൻ്റെ ഇങ്ങനെയായിരുന്നു ഞാൻ വായിച്ചിട്ടുണ്ടാവും. ഭാഗ്യം ഇപ്പം മാറി എന്നുള്ളത്. അതിനെനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഒരുപാട് മുന്നേ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ റിയാലിറ്റി ഷോ. എനിക്ക് തോന്നുന്നു ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു, 6ലോ 7ലോ പഠിക്കുമ്പോഴായിരുന്നു ആദ്യത്തെ റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തത്. അതേതായിരുന്നു? അത് ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിലെ ഒരു ലിറ്റിൽ മാസ്റ്റേഴ്സ് സീസൺ 2 എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞായിരിക്കും. അതെ, അന്ന് മോഹൻ സിത്താര സാറായിരുന്നു മെയിൻ ജഡ്ജ്. പിന്നെ റിമി ചേച്ചിയും വിധു ചേട്ടനും, വിധു പ്രതാപ്, റിമി ടോമി, അവരായിരുന്നു ആങ്കേഴ്സും ആൻഡ് ജഡ്ജസ്. അന്ന് എനിക്ക് തോന്നുന്നു അതത്ര സീരിയസ് ആയിട്ടൊന്നും പങ്കെടുത്തിട്ടുണ്ടാവോ? അന്ന് നമ്മുടെ പേരൻസിന്റെ ഒരു ഇതിന് വേണ്ടി. അതെ, അന്ന് സീരിയസ്നെസ് പേരൻസിനായിരിക്കും. നമ്മള് പോവാ പാടുക വരിക, ഫൺ മോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പങ്കെടുത്തത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മഞ്ജ് സ്റ്റാർ സിംഗർ സീസൺ 2 ഏഷ്യാനെറ്റിന്റെ തന്നെ. അതിലും എനിക്ക് തോന്നുന്നു ഒരു സെമി ഫൈനലിന് മുന്നേ ഒക്കെ ആയിട്ടാണ് ഞാൻ ഔട്ടായത്. അതിലും നമുക്ക് കുറെ പഠിക്കാനുണ്ടായിരുന്നു, കുറെ റിയലൈസേഷൻസ് ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2014-15 ആ ഒരു കാലയളവിൽ അമൃത TV സൂപ്പർ സ്റ്റാറിൽ ഉണ്ടായിരുന്നു. അതിൽ എന്നിട്ട് ഫൈനലിലെത്തി, സെക്കൻഡ് റണ്ണറപ്പ് ആയിട്ട് ഫിനാലെ വരെ എത്തി. അത് കഴിഞ്ഞിട്ടൊരു 10-11 ഇയേഴ്സ് ഗ്യാപ്പായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ വരുന്നത് ഏഷ്യാനെറ്റിൽ. ഇപ്പം എന്താ പറയുക, ഈ ഒരു ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു സ്റ്റേജിലോട്ട് കയറുമ്പോൾ എപ്പോഴും ഒരു പേടി അല്ലെങ്കിൽ ഫിയർ ഉണ്ടാവാറുണ്ടോ? പല ആൾക്കാർക്കും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഷോസ് ചെയ്താലും എനിക്ക് പിന്നെ പോകുമ്പോഴും ഒരു പേടിയാണ് എന്നുള്ളത്. എനിക്കിപ്പം നമ്മളെ ജഡ്ജ് ചെയ്യണ്ടെന്ന് അറിഞ്ഞാലുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അതല്ലാതെ ഇപ്പം നമ്മൾ സ്റ്റേജ് ഷോ ചെയ്താലും ഇപ്പോൾ ഐ എക്രൂഡ് ഇനഫ് എക്സ്പീരിയൻസ്, എന്താ പറയാ, 4 കാലം ഒന്ന് വീഴാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ എക്രൂ ചെയ്തു. അപ്പം എവിടെ കൊണ്ടിട്ടാലും എങ്ങനെയെങ്കിലൊക്കെ പാടി കയറാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അങ്ങനത്തെ നോർമൽ സ്റ്റേജ് ഷോസോ അല്ലെങ്കിൽ ഗിഗ്സോ ഒന്നും എനിക്ക് അങ്ങനെ ടെൻഷൻ വരാറില്ല. പക്ഷെ ഇതുപോലെ റിയാലിറ്റി ഷോസ് ആകുമ്പോൾ നമ്മൾ വെൻ വി ആർ അണ്ടർ സ്ക്രൂട്ടിനി, അവിടെ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം നോർമൽ സ്റ്റേജ് ഷോസ് ആണെങ്കിലും സ്ഥിരം പാടുന്ന പാട്ടുകൾ നമുക്ക് ഓൾറെഡി കുറേ പ്രാക്ടീസ് ഉള്ള സോങ്സ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇതിനായിട്ട് വേണ്ടി പഠിച്ച സോങ്സ് ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് പാടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ടെൻഷൻ, ലിറിക്സ് തെറ്റോ അത് തെറ്റോ, ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ലിറിക്സ് നോക്കണം, ചിലപ്പോൾ വല്ല മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ അറ്റയറിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ, ഇത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട്, അങ്ങനെ കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഓരോ ഷോസ് കഴിയുമ്പോഴും എന്തൊക്കെ ചേഞ്ചസാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇനി മാറ്റാനുള്ളത്? ഓരോ ഷോസ് കഴിയുമ്പം ആക്ച്വലി ആദ്യത്തെ 2 ഷോ കഴിഞ്ഞപ്പോഴും എനിക്കങ്ങനെ മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് ഫോളോ ചെയ്യണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഷോ എന്ന് പറയുമ്പോൾ ഈവൻ 10th പഠിക്കുമ്പോഴായിരുന്നു മഞ്ജ് സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് മ്യൂസിക് ഒരു സൈഡായിട്ടുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ നിന്നിരുന്നത്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ അമൃത TVയിലെ ഇത് വന്നത്. അത് ഈ ഫൈനലെത്തി ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തുകൂടെ എന്നുള്ളൊരു ചിന്ത എനിക്ക് മനസ്സിൽ വന്നത്. അപ്പോൾ അന്ന് ശരത് സാറും അൽഫോൻസ് സാറും മഹതി മാം എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് സിംഗർ, പുള്ളിക്കാരിയുമായിരുന്നു അന്ന് അവിടുത്തെ ജഡ്ജസ്. അപ്പോൾ അവരുടെയൊക്കെ പലപ്പോഴായിട്ടുള്ള കമൻസും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ അതൊക്കെ ഒരു പ്രചോദനമായി ഉൾക്കൊണ്ട് എന്നാൽ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാം എന്നുള്ളൊരു തീരുമാനം ആ ഷോയ്ക്ക് ശേഷമാണ് ആക്ച്വലി ഉണ്ടായത്. പിന്നെ മോസ്റ്റ്ലി നമുക്ക് ഇപ്പം റിയാലിറ്റി ഷോൻ്റെ മെയിൻ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഒരുപാട് ഫ്ലോസും നമ്മുടെ ഡ്രോബാക്സും അവിടെ എക്സ്പോസ്ഡ് ആവാണ്. അത് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പം നാച്ചുറലി നമുക്കതൊക്കെ നന്നാക്കാനുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു അവസരമാണ്. അപ്പം അതൊക്കെ ഒരുപാട് നമ്മളൊരു പേഴ്സണാലിറ്റീനെ അങ്ങോട്ട് മാറ്റും എന്നുള്ളതാണ്. അതെ അതെ, നമ്മുടെ ഇമോഷൻസ് ലൈക്ക് മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും
നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ്, നമ്മുടെ എക്സ്പീരിയൻസസ് എല്ലാം. പിന്നെ എന്താ പറയാ, നമുക്ക് എന്തുണ്ടെങ്കിലും, നമുക്ക് എന്ത് മെന്റൽ ടേമോയിൽ ഉണ്ടെങ്കിലും നമ്മളൊരു ഷോ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഷോ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ധർമ്മം. അപ്പം അതൊക്കെ ഞാൻ ഒരുപാട് കൂടുതലും പഠിച്ചത് ഇങ്ങനത്തെ ഷോസിലൊക്കെ വന്നിട്ടാണ്. കാരണം നമുക്ക് വി മേ ബി ഗോയിങ് ത്രൂ എന്താ പറയുക എനിത്തിങ്, അപ്പോൾ അതൊന്നും നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കരുത്. ഇപ്പൊ ലിറിക്സ് തെറ്റി പാടുന്ന അവസരങ്ങൾ വരാറില്ലേ? അതിനൊക്കെ എങ്ങനെയാണോ ഓവർകം ചെയ്തുകൊണ്ടിരുന്നത്? ലിറിക്ക് മാക്സിമം ഞാൻ എന്താ പറയാ, എൻ്റെ വായിച്ച് പഠിച്ച് എഴുതി പഠിച്ചൊക്കെ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ, അപ്പം അവിടെ തെറ്റിയാൽ അടുത്ത് പഠിക്കുക. അതാണ് മെയിൻ, കോൺഫിഡൻ്റ് ആയിട്ട് തെറ്റിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഷോൻ്റെ ഒരു മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവരുത് നമ്മൾ തെറ്റിച്ചു എന്നുള്ളത്. അത് ഫേസിൽ കാണും ചെയ്യരുത്. അത് നമ്മളത് എങ്ങനെ ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നു എന്നത് വെച്ചിരിക്കും. കാരണം നമുക്ക് സ്റ്റേജ് ഷോസിലാണെങ്കിലും നമുക്കൊരു എന്താ പറയുക, നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ്, നമുക്കൊരു പേടി ഇല്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ലിറിക്ക് മറന്നു പോയേക്കാം. അപ്പം അവിടെയാണെങ്കിലും അതും ആരും അങ്ങനെ ശ്രദ്ധിക്കണമില്ല. നമ്മളതേസമയം ഒരു പാട്ട് പാടുന്നു, ചിലപ്പോൾ എനിക്ക് ഇപ്പം ഫസ്റ്റ് അനുപല്ലവീൻ്റെ അതേ വരികൾ ഞാൻ അടുത്ത് ചരണത്തിൽ പാടിയാലും ഞാനത് ഈ അനുപല്ലവി പാടിയ കോൺഫിഡൻസിൽ ചരണം പാടിയ ആരും അത് ശ്രദ്ധിക്കാൻ പോകണമെന്നില്ല. മേ ബി 1-2-3 പേര് വന്നിട്ട് പറയാം അതല്ലേ പാടി പറയും. പക്ഷേ എന്താ പറയുക, ഓവറോൾ ആ പെർഫോമൻസിനത് ഇമ്പാക്റ്റ് ചെയ്തില്ല. അപ്പം അങ്ങനെ നമ്മളത് ഗ്രേസ്ഫുള്ളി ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് മെയിൻ അതിൻ്റെ ഒരു പോയിന്റ്. ഇങ്ങനെ ചില ആൾക്കാർ പാട്ട് നിർത്തണമെന്നൊക്കെ കാണാറുണ്ട്. അത് ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആണ് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അവർക്കും അത് അറിയില്ല എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം. അയ്യോ, അത് എല്ലാവരും കാണുന്ന പ്രോഗ്രാം ബ്ലാങ്ക് ആയി പോകും, ടോട്ടലി ബ്ലാങ്ക് ആവുന്ന ഒരു സിറ്റുവേഷനിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിന് ഓവർകം ചെയ്യാൻ. ഇപ്പൊ അടുത്ത പാട്ട് പാടുമ്പോഴും ഈ ടെൻഷൻ ഇങ്ങനെ കൂടെ ഒരു അനുപല്ലവി പാടി പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ഇതൊക്കെ ആ ഒരു ഇതിൽ അത് മറന്നല്ലോ അത് മനസ്സിൽ വെച്ച് പാടുന്ന കുട്ടികളും ഉണ്ട്. അപ്പം പിന്നെ ഹോൾ സോങ് സഫേഴ്സ് അതിനുശേഷം. അത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒരു പാട്ട് പാടുമ്പോൾ. നമ്മൾ ആ മ്യൂസിക്കിന്റെ ടൈമിൽ അടുത്തത് ഇത് ലിറിക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കും പാടുന്നത് എന്നുള്ളത്. അത് നല്ല വലിയൊരു ടാസ്ക് ആണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അത് വിത്ത് എക്സ്പീരിയൻസ് മാറ്റാവുന്നതേ ഉള്ളൂ. ഈവൻ സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ, കോൺഷ്യസ് ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ മൈൻഡിൽ നമുക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഈ ഗ്രൂമേഴ്സിന്റെ ഒരു മേജർ റോൾ ഉണ്ടോ തോന്നുന്നു ആ ഭാഗത്ത്, ലൈക്ക് ബ്രെത്ത് കൺട്രോളിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു തന്ന. നമുക്ക് ഒരുപാട് ഇപ്പം മറ്റൊരു ഷോയിലും ഞാൻ കാണാത്തൊരു സംഭവമാണ് ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ ആഡ് ഓൺസും അതുപോലെ ഇംപ്രൊവൈസേഷൻസും അതുപോലെ ഒരു സോങ്ങിനെ എങ്ങനെയൊക്കെ എലാബറേറ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ആസ്പെക്ട്. അതായത് ഞാൻ പിന്നെ അത് കണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഐഡലിലാണ് കുറേ അഡീഷണലി സിംഗറിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഇൻപുട്ട് ആ സോങ്ങിൽ ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ, അതിലില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. അത് സൗത്ത് ഇന്ത്യയിൽ ഞാൻ അങ്ങനെ വേറൊരു ഷോയിൽ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. സ്റ്റാർ സിംഗറിൽ മാത്രമേ ഞാൻ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുള്ളൂ. ആൻഡ് അതും ഓൾസോ ഹെൽപ്സ് യു ഗ്രോ ആസ് എ മ്യൂസീഷ്യൻ. നമ്മൾ കുറേ കൂടി സെർച്ച് ചെയ്യും. നമുക്ക് കിട്ടുന്ന പാട്ട് ചിലപ്പോൾ ഒരു ഡിഫറെൻറ്റ്, നമ്മൾ അധികം പയറ്റാത്തൊരു ജോണർ ആണെങ്കിൽ നമ്മൾ ആ ജോണറിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങും. കാരണം നമുക്ക് എന്തെങ്കിലും അതിലേക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെ കുറെ ആഡ് ചെയ്തിട്ടുള്ള കുറെ ഇംപ്രൂവൈസേഷൻസ് വന്നിട്ടുണ്ട്. എനിക്ക് ജഡ്ജസ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എന്താണ് ഇന്ന് കൊണ്ടുവരാൻ പോകുന്നത്, ഇന്ന് എന്തൊക്കെ ചേഞ്ചസ് ആൻഡ് എംപ്ലിഷ്മെന്റ്സ് ആണ് കൊണ്ടുവരുന്ന ഓരോ സോങ്ങിലും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഓരോ ജഡ്ജസിന്റെയും സ്പെഷ്യലി ദിൽരാജിന്റെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കണ ഒരു സംഭവമാണ്. അതെ, നമുക്കത് രസമാണ്. കാരണം നമ്മുടെ ഒരു മ്യൂസിക്കാലിറ്റിയും കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിനുള്ളൊരു സ്പേസ് തരാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. ഫ്രീഡം ആൻഡ് സ്പേസ് തരാന്നുള്ളത്. സർഗോ സാറായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സർഗോ സാറിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പുള്ളിക്കാരൻ ഒരു ഭയങ്കര വിഷനുള്ളൊരു ലീഡറാണ്. അപ്പം എന്ത് വേണം, എങ്ങനെ വേണം, എല്ലാത്തിനെ പറ്റി നല്ല കൃത്യമായിട്ടുള്ള ബോധമുള്ളൊരു
ഒരു ക്യാപ്റ്റനാണ്. ആൻഡ് ഈ ഷോ എങ്ങനെ കൊണ്ടുനടക്കണം ആൻഡ് അതിലത്തെ കണ്ടസ്റ്റൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എല്ലാവരെയും, ആൻഡ് എല്ലാവരെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുമുള്ള ഒരു അതോറിറ്റി മാത്രമല്ല, അതിനുള്ളൊരു ഓറയുണ്ട് ആൾക്ക്. അപ്പം നമ്മൾ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുമ്പോൾ പുള്ളി നിനക്ക് കോൺഫിഡൻസ് ഉണ്ട്, നീ പാടിയാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ സംഭവം വരും മൈൻഡിൽ. അങ്ങനെ ഒരു പവറുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് എന്നെ ഒരുപാട് എന്താ പറയുക പുഷ് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് സർ. കാരണം എൻ്റെ ഷോയിൽ ഞാൻ പൊതുവെ ഭയങ്കര ലേസിയാണ്. അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ ഓരോരോ ചാലഞ്ചസ് തരുമ്പം അത് ആളറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് തരുന്നത്. അപ്പം ആൾക്കറിയാം നമ്മുടെ ഒരാളുടെ ഒരു സിംഗറിൻ്റെ പൊട്ടൻഷ്യൽ എന്തോരാണ്. അപ്പം ഇന്ന പാട്ട് കൊടുക്കുമ്പോൾ അവനെന്തൊക്കെ ചെയ്യാൻ പറ്റും, അവനെന്തൊക്കെ ചെയ്യും, അങ്ങനെ ഒരു ഐഡിയ ഉള്ള ഒരു ഇതാണ് മനുഷ്യനാണ്. നമ്മളെ ഹിഡൻ ടാലന്റ് എന്താന്നുള്ളത് അതിനെ പുറത്തേക്ക് മാക്സിമം വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാള്. ഭയങ്കര ഒരു ക്രിയേറ്റീവ് സ്പേസ് അവിടെ പുള്ളി എല്ലാ കണ്ടസ്റ്റൻസിനും കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര എക്സ്പെരിമെന്റൽ ആണ് അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് നോട്ട് അഫ്രൈഡ് ടു ട്രൈ ന്യൂ തിങ്സ്. ആൻഡ് നമ്മുടെ പൊതുവെ മലയാളി ക്രൗഡിനെല്ലാം ഒരു ഫോർമുലൈക്ക് സംഭവമാണല്ലോ പൊതുവെ. അതിങ്ങനെ ആള് ചെയ്തു വന്നിരുന്നത്, അപ്പം അങ്ങനെ തന്നെ ചെയ്താൽ പോരെ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് പൊതുവെ എല്ലാവർക്കും. അപ്പം അതിൽ നിന്ന് മാറി ചിന്തിച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന ഒരാളാണ് സാർ.